തിരുനെൽവേലിയിൽ കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ തിരുനെൽവേലിയിലെത്തി. കല്ലൂർ സ്കൂളിൽ തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ അവർ ചർച്ച നടത്തുകയാണ്. കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉടൻ മാലിന്യം നീക്കം ചെയ്യും. തിരുനെൽവേലിയിൽ നിന്ന് ഷെഫീദ് റാവുത്തർ തത്സമയം ചേരുന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. ഈ വാർത്ത ഷെഫീദാണ് പുറത്തുകൊണ്ട് വന്നത്. എന്തായാലും ഇത് വലിയ ചർച്ചയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരിക്കുന്നത്, മാലിന്യം നീക്കം ചെയ്യാനുള്ള ചർച്ചകൾ തുടങ്ങിയതും. വിവരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. എസ് കെ, രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ വൈകാരികമാകാൻ പോയിരുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ ഹരിത ട്രൈബ്യൂണൽ ഇടപെടുന്നു. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുൻപിൽ നാണം കെട്ട് തലകുറിച്ച സാഹചര്യത്തിൽ നിന്നിപ്പോൾ ആ നാണക്കേട് സ്വയം തിരിച്ചറിഞ്ഞ് ഇന്ന് അവസാന ദിവസമാണ് ഹരിത ട്രൈബ്യൂണൽ കേരളത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാന ദിവസം ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ സംയുക്തമായി തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് മാലിന്യ നീക്കത്തിനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്നത്, ഈ ദൃശ്യം നമ്മൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്തത് കല്ലൂർ സ്കൂളിൽ നിന്നാണ്. കല്ലൂർ സ്കൂൾ എന്ന് പറയുന്നത് ഈ ഗ്രാമങ്ങൾ, നമുക്കറിയാം കൊണ്ടാനഗരം, കല്ലൂർ അടക്കമുള്ള ഗ്രാമങ്ങളിൽ ഏതാണ്ട് 11ഓളം സ്ഥലങ്ങളിലാണ് ഈ മാലിന്യ കൂമ്പാരം, ആശുപത്രി വേസ്റ്റുകൾ അടക്കമുള്ള മാലിന്യ കൂമ്പാരം വലിച്ചെറിഞ്ഞത്. ഇപ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയവും ചർച്ചയും നടത്തി വരികയാണ്. അതായത് ഏത് രീതിയിൽ ഈ ആക്ഷൻ പ്ലാൻ നടത്തണം. കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് ഈ മാലിന്യം പൂർണ്ണമായും നീക്കുക എന്നുള്ളത് അത് കേരളത്തെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് അസിസ്റ്റൻസ് അടക്കമുള്ള കാര്യങ്ങൾ അത് കൃത്യമായി തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് കിട്ടണം. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ ആ ഒരു ശ്രമം അത് ഇപ്പോൾ ഈ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് നടത്തണം. അതിനു വേണ്ടിയിട്ടൊരു വലിയ ഉദ്യോഗസ്ഥ നിര, അത് നമുക്ക് ആ വിഷ്വൽ ഒന്ന് വൈഡാക്കി കാണിച്ചാൽ ഈ വിഷയത്തിന്റെ തീവ്രത എത്രത്തോളമാണ്, തമിഴ്നാട് ജനതയെ എത്രത്തോളം ബാധിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റവന്യൂവിൽ നിന്നും പോലീസിൽ നിന്നും മറ്റു വകുപ്പുകളിൽ നിന്നും ഈ തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നടക്കം നിരവധി ഉദ്യോഗസ്ഥർ അവർ ഇവിടെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള 70-അംഗ സംഘം അവരും തിരുനെൽവേലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അതായത് പല ടീമുകളായി തിരിഞ്ഞ് കേരള തമിഴ്നാട് ഒരു സംയുക്ത ഓപ്പറേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള നീക്കം അത് കല്ലൂരിൽ നടത്തുന്നുണ്ട്. കല്ലൂർ, കൊണ്ടാനഗരം, പഴനിമല അടക്കമുള്ള പല സ്ഥലങ്ങളിലാണ് ഏതാണ്ട് 11ഓളം സ്ഥലങ്ങളിൽ, 3 പഞ്ചായത്തുകളിലായി 11ഓളം സ്ഥലങ്ങളിലാണ് ഈ ഗ്രാമങ്ങളിൽ മാലിന്യ കൂമ്പാരം അത് ഏജൻസികളെന്ന് നിലവിൽ ഇപ്പോൾ തമിഴ്നാട് പോലീസ് സംശയിക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ ഇവർ ഇത് കൊണ്ട് ഇങ്ങനെ തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കന്നുകാലികളടക്കം ഭക്ഷണമായി കഴിച്ച് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഗ്രാമം വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയ സാഹചര്യത്തിൽ പ്രതിഷേധമുയരുകയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ അത് കേരളത്തിനുള്ള വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ 24ന്റെ വാർത്താ സംഘം നമ്മൾ ഈ തമിഴ്നാട്ടിലേക്ക് എത്തി ഇത് പുറത്തേക്ക് എത്തിക്കാൻ ശ്രമം നടത്തിയത്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ഒരു ഇടപെടലുണ്ടായി. അതായത് ഈ കേരളം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി കേരളം തന്നെ ഈ മാലിന്യം നീക്കാനുള്ള ഒരു ആക്ഷൻ പ്ലാനിൽ തീരുമാനം ഇന്നലെ ഏതാണ്ട് വൈകിട്ടോടുകൂടി ഉണ്ടായി. ഇന്ന് വെളുപ്പിന് 4:00 തിരുവനന്തപുരം സബ് കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥ സംഘം, ഏതാണ്ട് ജീവനക്കാരടക്കം തൊഴിലാളികളടക്കം 70 പേരടങ്ങുന്ന സംഘം തിരുനെൽവേലിയിലേക്ക് ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഈ കല്ലൂർ സ്കൂളിലേക്ക് എത്തി തമിഴ്നാട് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. അതിനുശേഷം എങ്ങനെ ഇത് മാറ്റണം. എസ് കെ, നമുക്കറിയാം ആശുപത്രി വേസ്റ്റുകൾ, അത് PPE കിറ്റ്, ബ്ലഡ് സാമ്പിൾ പരിശോധനാ ഫലങ്ങൾ, അതടക്കമുള്ള വലിയ ബയോ വേസ്റ്റുകളടക്കം അത് ഈ മാലിന്യ കൂമ്പാരത്തിലുണ്ട്. അപ്പോൾ അത് തമിഴ്നാടിനും പരിക്കുകളില്ലാതെ ഏത് രീതിയിലേക്ക് ഇത് കൊണ്ടുപോകും. നിലവിൽ ഇപ്പോൾ എടുത്ത തീരുമാനമനുസരിച്ച് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കേരളത്തിൽ തന്നെ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അതിനും സുപ്രധാനമായ ഒരു വിവരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, നിലവിൽ ഇപ്പോൾ ശേഖരിക്കുന്ന ഈ മാലിന്യങ്ങൾ അത് ക്ലീൻ കേരളയുടെ ഗോഡൌണിൽ എത്തിച്ച് വേർതിരിച്ച് സംസ്കരിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ ഒരൊറ്റ വിഷയം, വൈകാരികമായ ഒരു വലിയ വിഷയത്തെ തമിഴ്നാട് എങ്ങനെ കണ്ടു എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥ സംഘം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പട അത് വ്യക്തമാക്കുന്ന കാര്യം. ഏതായാലും കേരളം ഈ വിഷയത്തിൽ പോസിറ്റീവായി റിപ്ലൈ ചെയ്തു. അതിൽ ഹരിത ട്രൈബ്യൂണൽ നമ്മൾ കേട്ട പഴി ചെറുതല്ല എസ് കെ. കാരണം ആവർത്തിച്ച് തമിഴ്നാട്ടിൽ മാലിന്യം തള്ളുന്ന രീതി കേരളത്തിനുണ്ട് എന്നുപോലും ഹരിത ട്രൈബ്യൂണൽ ഒരു ഘട്ടത്തിൽ വിമർശിച്ചു. നമുക്ക് ഹരിത ട്രൈബ്യൂണൽ നൽകിയ സമയം അത് ഇന്ന് വൈകിട്ട് വരെ മാത്രമാണ്. നാളെ ഹരിത ട്രൈബ്യൂണലിന് മുൻപിൽ കേരളം അപ്പീർ ചെയ്യണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ മറുപടികൾ ഉണ്ടാകില്ല. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ RCCയുടെ അടക്കം ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഇവിടേക്ക് എത്തിയ ആ സംഭവം, ആ മാലിന്യ കൂമ്പാരങ്ങൾ കേരളം ഇടപെട്ട് നീക്കുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്കൂളിൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഉദ്യോഗസ്ഥ പട, പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥ പട അല്പസമയത്തിനുള്ളിൽ വിവിധ ടീമുകളായി തിരിഞ്ഞ് അവർ ഈ പറയുന്ന 11 സ്ഥലത്തേക്ക് പോകും. അവിടെ JCB അടക്കമുള്ള അസിസ്റ്റൻസ് തമിഴ്നാട് പ്രൊവൈഡ് ചെയ്യും. കേരളത്തിൽ നിന്നുള്ള ലോറികൾ ഇതിനോടകം തന്നെ തിരുനെൽവേലി അതിർത്തികളിലുണ്ട്, ഈ ഗ്രാമത്തിന്റെ അതിർത്തിയിലുണ്ട്. അവർ അവിടെ നിന്ന് ക്യാരി ചെയ്ത് നേരെ കേരളത്തിലേക്ക് കൊണ്ടുപോകും. ക്ലീൻ കേരളയുടെ ഗോഡൌണുകളിൽ ഇത് എത്തിച്ച് മാലിന്യം സംസ്കരിക്കാനുള്ള തീരുമാനം അതാണിപ്പോൾ എടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥതല ചർച്ചകൾ അത് ഈ തിരുനെൽവേലിയിലെ ഈ കല്ലൂർ എന്ന് പറയപ്പെടുന്ന ഈ സ്കൂളിൽ പുരോഗമിക്കുകയാണ്.
താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് തിരുനെൽവേലിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്ന് ഈ